പെൺകുട്ടികൾക്ക് പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര തളർച്ചയും പ്രശ്നങ്ങളും പിന്നെ അയ്യോ പത്തോ വിളികളും പിന്നെ കൂടെയുള്ളവർ തിരുമ്മി കൊടുക്കലും ഒക്കെയാണ്. അപ്പം ഞാനിങ്ങനെ കാണുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, ഒരു പീരിയഡ്സിന്റെ വേദന സഹിക്കാൻ കഴിയാത്ത കുട്ടികൾ അങ്ങനെ ഒരു പ്രസവ വേദന പ്രസവിക്കുന്നത് അത് നിസ്സാര കാര്യമല്ലല്ലോ. ഇങ്ങനെ കുറെ ആളുകളുണ്ട്. കമ്പാരിസൺ ആണ് മെയിൻ. ലൈഫിലുള്ള പല അവസ്ഥകളാവട്ടെ, പെയിൻ ആവട്ടെ, ഒക്കെ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്കെയിലിൽ അങ്ങ് അളക്കും. പീരിയഡ് പെയിൻ ഇവിടെ, ലേബർ പെയിൻ ഇവിടെ, ഏറ്റവും മുകളിൽ മരണവേദന അത്രേ. പിന്നെ അതിന് അഭിപ്രായം പറയാൻ ആളില്ലാത്തതുകൊണ്ട് പ്രസവവേദനയെടുത്ത് കരയുന്നവരെടുത്ത് ഇതിന് കരഞ്ഞാൽ മരണവേദന എങ്ങനെ സഹിക്കും എന്ന് ചോദിക്കാറില്ലെന്ന് മാത്രം. ഇത്തരം സ്ത്രീകൾ അമ്മമാരാകുമ്പോഴാണ് അസഹനീയമായ പീരിയഡ് ക്രാംസ് എടുക്കുന്ന കുട്ടികളുടെ പെയിൻ പോലും നിസ്സാരവൽക്കരിക്കുന്നതും ഒരു ടാബ്ലറ്റ് പോലും എടുക്കാൻ സമ്മതിക്കാത്തതും പല കുട്ടികളെയും ഡിപ്രഷനിലേക്ക് വരെ തള്ളിവിടുന്നതും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വേദനയും തമ്മിൽ കമ്പയർ ചെയ്യരുത്, ജനറലൈസും ചെയ്യരുത്. ഏത് പെയിൻ ആണെങ്കിലും അതിന്റെ ഇന്റൻസിറ്റി ഡിഫർ ചെയ്യാം, അത് അനുഭവിക്കുന്നവരുടെ പെയിൻ ത്രഷോൾഡ് ഡിഫർ ചെയ്യാം. അപ്പോഴാണ് അത് സഹിക്കാമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുന്നത്. ഒരു സാധാരണ പീരിയഡ് പെയിൻ പോലെയല്ല എൻഡോമെട്രിയോസിസ് പോലുള്ള സിവിയർ കണ്ടീഷൻ അനുഭവിക്കുന്ന സെക്കൻഡറി ഡിസ്മെനോറിയ. ഇനി ലേബർ പെയിന്റെ കാര്യം എടുത്താലോ, നേരത്തെ PV പരിശോധിച്ച് വെക്കുമ്പോൾ അത്യാവശ്യം ഡയലറ്റേഷൻ ഒക്കെ ഉള്ളവർ 2 മണിക്കൂറിൽ നല്ല കൺട്രാക്ഷൻസ് വന്ന് പെട്ടെന്ന് പ്രസവിക്കാറുണ്ട്. എന്നാൽ മറ്റു ചിലരാവട്ടെ 1-2 ദിവസം സിവിയർ കൺട്രാക്ഷൻസിൽ കിടന്ന് എക്സോസ്റ്റഡ് ആയി 1 സെന്റിമീറ്റർ പോലും ഡയലറ്റേഷൻ വരാതെ സിസേറിയൻ ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ ഇതേപോലുള്ളവർ ആദ്യത്തെ ഗ്രൂപ്പിനെ ഗ്ലോറിഫൈ ചെയ്യും, രണ്ടാമത് സിസേറിയൻ ചെയ്തവരെ വേദനയില്ലാതെ പ്രസവിച്ചവരെന്നുള്ള ലേബലിലും കയറ്റും. ഈ പഴി കേട്ട് ഡിപ്രഷനിലോട്ട് പോയ സ്ത്രീകളും ഉണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഓരോരുത്തരുടെയും പീരിയഡ് പെയിനും ഡിഫറെന്റ് ആണ്, ഓരോ ലേബർ പെയിനും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതൊക്കെ അനുഭവിച്ച് നിങ്ങൾ പറ, ഈ 2 അവസരങ്ങളിലും ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങളുടെ ചുറ്റും ആളുകൾ ഉണ്ടായിരുന്നോ? നിങ്ങൾ എന്തൊക്കെ കേട്ടിട്ടുണ്ട്? ഒന്ന് കമന്റ് ചെയ്തേക്ക്.